ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് ഫിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പോയി എഴുതുക, കൂളായിട്ട് പോയി എഴുതുക. നമ്മളെത്ര ഫ്രീ ആയിട്ടിരിക്കുന്നു, നമ്മളെ മൈൻഡ് എത്ര ഫ്രീ മൈൻഡഡ് ആയിട്ടിരിക്കുന്നു അത്രയും നമുക്ക് നെഗറ്റീവ്സ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ അടുത്ത ഈ എക്സാം കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അടുത്തത് എഴുതാം എന്നുള്ള രീതിയിലൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നെഗറ്റീവ്സ് കുറയ്ക്കാനൊക്കും. പിന്നെ അറിയുന്നത് മാത്രം എഴുതുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ മാർക്കിന് സ്കോർ ചെയ്ത് കിട്ടാനായിരിക്കും കേട്ടോ. മാക്സിമം അങ്ങനെ നോക്കുക. അപ്പോൾ ഞാനിന്ന് രാവിലെ കറണ്ട് അഫേഴ്സ് കണ്ടു. കറണ്ട് അഫേഴ്സ് ക്ലാസ് എന്നും കാണുന്ന പോലെ തന്നെ കണ്ടു കേട്ടോ. അപ്പം നമ്മൾ എക്സാം ആണെന്നും നോക്കിയില്ല, മാക്സിമം കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കേരള ഹിസ്റ്ററിയാണ് കേട്ടോ എടുത്ത് പഠിച്ചത്. നമ്മുടെ ടാലൻറ്റിൻ്റെ പ്രിവ്യൂക്കിൽ തന്നെ നോക്കിയെടുത്ത് പഠിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ജെറിൻ സാറിൻ്റെ കുറച്ച് ക്ലാസ് ഇട്ടിരുന്നു. മാത്സ് 2-3 ദിവസം ഞാൻ എടുത്തിട്ട് അങ്ങനെ ജെറിൻ സാറിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ അതിരുന്ന് കാണാം കേട്ടോ. അപ്പം ശരിക്കും അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്പീഡപ്പ് ചെയ്തൊന്ന് എഴുതി നോക്കാം, കിട്ടുന്നുണ്ടോയെന്നറിയാം. അല്ലെങ്കിൽ നമുക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എത്രയാണെന്ന് അങ്ങനെ അറിയാം. അങ്ങനെ നോക്കിയാണ് ഞാൻ ചെയ്തത് കേട്ടോ. മാക്സിമം നിങ്ങൾ അങ്ങനെ സമയം കൊടുക്കാതെ സ്പീഡപ്പ് ചെയ്ത് ഒരുപാട് സമയം അതിന് വേണ്ടി വേസ്റ്റ് ആക്കാതെ സ്പീഡപ്പ് ചെയ്ത് പോവുക കേട്ടോ. അപ്പം ഒത്തിരി സാറ് അഡീഷണലായിട്ട് കുറേ ക്വസ്റ്റ്യനൊക്കെ തരുന്നുണ്ട്. അപ്പം അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മാക്സിമം അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. അടുത്ത ഓരോരോ പാറ്റേൺ നമുക്ക് കിട്ടുന്നതോറും നമുക്ക് അത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. മാത്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു പാറ്റേണിൽ തന്നെ ഇരിക്കാതെ ഒരുപാട് പാറ്റേണിലോട്ട് പോവുക. അപ്പം ഞാൻ ഒരു ക്ലാസ്സേ കണ്ടുള്ളൂ കേട്ടോ. ഒരു 1 hour കൂടുതലായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ നോക്കുക. ചെയ്യാൻ പറ്റുന്നവരല്ല മാത്സ് ഇന്നിപ്പം നാളെ അല്ലേ എക്സാം, ഇന്നിപ്പോൾ നോക്കിയിട്ട് കാര്യമുണ്ടോയെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് മാക്സിമം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം തലേ ദിവസം പഠിക്കേണ്ട എന്ന് പറയുന്നവരൊക്കെ ഒത്തിരി പേര് കാണും. പക്ഷേ കാര്യമൊന്നുമില്ല. നമുക്ക് എത്രത്തോളം നമ്മളെ മൈൻഡ് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മളിന്ന് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അത്ര നമ്മൾ കൂളായിട്ടിരുന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ടെൻഷനില്ല, നാളെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എഴുതാം എന്നുള്ള രീതിയിൽ പഠിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ക്ലാസ്സാണ് കേട്ടോ കണ്ടത്. അതിനകത്ത് നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടല്ലോ അവർ. അപ്പം അതിലാണെങ്കിൽ നല്ല ക്ലാസ്സാണ്. കാര്യം അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ തരുന്നുണ്ട്. അപ്പം അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സും കൂടെ ആ ഒരു എക്സ്പ്ലനേഷൻ ക്ലാസ്സോട് കൂടിയ വീഡിയോസ് കാണുക കേട്ടോ. അതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും കേട്ടോ. അപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 10-15 കാര്യങ്ങൾ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതായിരിക്കും നമുക്ക് ഈ ഒരു സമയത്ത് ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. നമുക്ക് ചില വീഡിയോസ് എടുക്കുമ്പോൾ നമുക്കറിയാം, ചില യൂട്യൂബിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കുമ്പോൾ അറിയാം അതിനകത്ത് കറക്റ്റായിട്ടുള്ള ആൻസർ എക്സ്പ്ലനേഷൻ കൊടുക്കത്തില്ല. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ തെറ്റായത് ഏതെന്നുള്ളതിൽ മാർക്ക് ചെയ്ത് പോകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കഴിവതും നിങ്ങൾ ഈ ഒരു സമയം ഒഴിവാക്കിയിട്ട് മാക്സിമം നിങ്ങൾ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുപോകുക കേട്ടോ. ശരിക്കും റിപ്പീറ്റ് ആയിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് റെപ്പിറ്റേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ മൈൻഡിൽ നിൽക്കും. അപ്പം തലേന്നിരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന നമുക്ക് ഗ്രാസ്പിംഗ് പവർ ആ ഒരു സമയത്ത് നമ്മളെ മൈൻഡ് സെറ്റ് കൂളാക്കി വെച്ചിട്ട് നമ്മൾ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ പോയി എഴുതാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ മാക്സിമം അങ്ങനെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കറണ്ട് അഫേഴ്സ് കുറച്ച് കണ്ടു കേട്ടോ. കറണ്ട് അഫേഴ്സിൻ്റെ തന്നെ നമ്മുടെ ജനുവരി തൊട്ട് സെപ്റ്റംബർ നവംബർ വരെയുള്ള അങ്ങനെയൊക്കെ ക്ലാസ്സസ് പോകുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. യൂട്യൂബ്സിൽ ഇടയുടെ ക്ലാസ്സസ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം കറണ്ട് അഫേഴ്സ് അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ കാണാം. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനിരുന്ന കേട്ടോ. കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് മാക്സിമം ക്വസ്റ്റ്യൻ നമ്മൾ സ്പീഡപ്പ് ചെയ്ത് കാണുക കേട്ടോ. ചില വീഡിയോസ് പഴയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പം അത് മാറ്റിയിട്ട് പുതിയതായിട്ടുള്ള അപ്പം നമ്മുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് വരും. ആ ഒരു വീഡിയോസ് മാത്രം നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ മാക്സിമം അങ്ങനെ നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കേരള ഭൂമിശാസ്ത്രം തന്നെയാണ് എടുത്തത് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് വാസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ നമുക്ക് റിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി പഠിക്കണമെന്നുണ്ട്. പഠിക്കാനുള്ളത് നമ്മൾ മാക്സിമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വീഡിയോ കാണാം.